പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തെന്ന ആരോപണത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ ദീഗ് ജില്ലയിലെ ഗാൻഗോറ നിവാസിയായ 34 വയസ്സുകാരൻ കാസിമിനെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ് സിം കാർഡുകൾ നൽകി സഹായിച്ചെന്നാണ് ഇയാൾക്കെതിരായ ആരോപണം. ഇയാൾ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും പിന്നീട് 2025 മാർച്ചിലുമാണ് കാസിം പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത്. ഏകദേശം 90 ദിവസത്തോളം അയാൾ അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെത്തിയ ശേഷം കാസിം പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2024 സെപ്റ്റംബറിലാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് ഇന്ത്യൻ മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നതായുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ ഇന്റലിജൻസ് മേധാവികൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ സിം കാർഡുകൾ വെച്ച് ഇന്ത്യൻ സൈന്യത്തെയും സർക്കാരിനെയും കുറിച്ചുള്ള വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ ലഭിക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ ഉദ്ദേശം. അവർ ഉപയോഗിക്കുന്ന ഈ സിം കാർഡുകൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കാരുടെ തന്നെ സഹായത്തോടെ അതിർത്തി കടത്തി വിട്ടതാണെന്ന സൂചനയും അന്ന് ലഭിച്ചിരുന്നു. ഇന്ത്യൻ സിം കാർഡുകളിലൂടെ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ PIOS ചോർത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രഹസ്യ വിവരങ്ങളെ തുടർന്ന് നടത്തിയ തുടർച്ചയായ അന്വേഷണമാണ് പോലീസിനെ ഒടുവിൽ കാസിമിലേക്ക് എത്തിച്ചത്. കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾ ഇടയ്ക്കിടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത കാര്യവും അവിടുത്തെ ISI ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള കാര്യവും കണ്ടെത്തുകയായിരുന്നു. കാസിമിനെതിരെ ഉചിതമായ നിയമവകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ചാരവൃത്തി ശൃംഖലയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മറ്റ് ഇന്ത്യൻ കൂട്ടാളികളെ തിരിച്ചറിയാനായി കൂടുതൽ അന്വേഷണവും നടക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാൻ്റെ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാൾ കൂടി അറസ്റ്റിലായിരുന്നു. ഉത്തർപ്രദേശ് റാംപൂർ സ്വദേശിയായ ഷെഹ്സാദാണ് കഴിഞ്ഞ ആഴ്ച പിടിയിലായത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വഴിയുള്ള കള്ളക്കടത്തിൽ ഷെഹ്സാദിന് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്നും സഹായം ലഭിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. അതിൻ്റെ ഭാഗമായി നടക്കുന്ന അതിശക്തമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ പല ചാരന്മാരും കുടുങ്ങുന്നത്. ചാരസുന്ദരി യൂട്യൂബർ ജ്യോതി മൽഹോത്രയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.